ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇയാളാ ഹൗസ് കീപ്പിംഗ് സെക്ഷൻ്റെ ഹെഡ് ദിനേശ. ഞാൻ ദിനേശിനെ വിളിപ്പിച്ചത് ഒരു കാര്യം ചോദിക്കാനാണ്. ചോദിച്ചോളൂ സാർ. ഇവിടെ മാഡത്തിൻ്റെ ലാപ്ടോപ്പിൽ ഫിക്സ് ചെയ്തിരുന്ന ഒരു പെൻഡ്രൈവ് നഷ്ടപ്പെട്ടു. അതിവിടെ ക്യാബിനിൽ വെച്ച് ഇന്നലെയാണ് നഷ്ടപ്പെട്ടത്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ അത് കാണുന്നില്ല. ക്യാബിൻ വൃത്തിയാക്കുമ്പോൾ നിങ്ങളാരെങ്കിലും അത് കണ്ടായിരുന്നോ? നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിലത് കിട്ടിയോ? ഇല്ല സാർ. അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ എൻ്റെ കീഴിലുള്ള സ്റ്റാഫ് അതെന്നെ അറിയിക്കും. പക്ഷേ ഇതുവരെ ഇങ്ങനെയൊരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്നലെ ഫയർ അലാം ഉണ്ടായതുകൊണ്ട് എല്ലാവരും ആകെ വെപ്രാളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പലതും കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്തായാലും ഒന്നുകൂടി നല്ലോണം നോക്കണം. എന്നിട്ടത് കിട്ടിയാൽ അപ്പോൾ എന്നെ അറിയിക്കുകയും വേണം. ശരി സാർ. എന്നാൽ ദിനേശും പൊക്കോ. ഓക്കെ. ഋഷി, ഇനിയിപ്പോൾ ആ പെൻഡ്രൈവ് കിട്ടുമോ? അത് നഷ്ടപ്പെട്ടാൽ കൂടുതൽ അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ കേസ് ആരുടെയും കയ്യിൽ കിട്ടിയിട്ട് അത് നശിപ്പിക്കപ്പെട്ട നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം ചേച്ചി. ആ പെൻഡ്രൈവ് ആരുടെ കയ്യിൽ കിട്ടിയാലും അയാളെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അതിനൊരുപാട് മാർഗങ്ങളുണ്ടല്ലോ. ദൈവമേ, അച്ഛൻ പിടിക്കപ്പെടുമോ? ആ പെൻഡ്രൈവ് ആരോ മനഃപൂർവ്വം എടുത്തു മാറ്റിയതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വെറുതെ ഒന്നും ആരും അതെടുത്തു മാറ്റില്ല. സിദ്ധുവിനെയോ കമ്പനിയെയോ അപകടത്തിലാക്കാനുള്ള ഏതോ വലിയൊരു ഗൂഢാലോചനയുടെ വിവരങ്ങൾ ആ പെൻഡ്രൈവിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേച്ചി പറഞ്ഞത് 100% വാസ്തവമാണെന്ന് എനിക്കും തോന്നുന്നു. ആദ്യം ഇതൊരു നിസ്സാര കാര്യമായിട്ടാണ് ഞാൻ കരുതിയത്. പക്ഷേ ചേച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ, പെൻഡ്രൈവ് എടുത്തു മാറ്റിയ ആളെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് ചേച്ചി. ആദ്യം നമുക്ക് ഇവിടുത്തെ CCTV ഫൂട്ടേജ് ഒന്ന് പരിശോധിക്കണം. ഫയർ അലാം കേട്ട് എല്ലാവരും ഇവിടെ നിന്ന് പോയപ്പോൾ ആരാണ് ദേവിയേച്ചിയുടെ ക്യാബിനിലേക്ക് വന്നതെന്ന് CC ക്യാമറ വിഷ്വൽസിൽ നിന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അത് പരിശോധിച്ചാൽ കുറ്റവാളിയെ നമുക്ക് കൈയോടെ പിടികൂടാം. ഇത് കുഴപ്പമാവുമല്ലോ. ഋഷി പറഞ്ഞത് ശരിയാ. നമുക്ക് CCTV വിഷ്വൽസ് പരിശോധിക്കണം. അതെ, ക്ലയന്റ് മീറ്റിംഗ് 10:30 അറേഞ്ച് ചെയ്തിരിക്കുന്നേ. നമ്മൾ സംസാരിച്ച് നിന്നാൽ അത് വൈകും. മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട എല്ലാവരും എത്തിക്കഴിഞ്ഞു. സോ ഇപ്പം തന്നെ നമ്മൾ മീറ്റിങ്ങിന് പോകണം. അപ്പോൾ CCTV വിഷ്വൽസ് ആദ്യം ഈ മീറ്റിങ്ങിൻ്റെ തിരക്കുകളൊന്ന് കഴിയട്ടെ. എന്നിട്ട് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്താൽ പോരെ? എന്താ അത് പോരെ? അതെ. എന്നാൽ നമുക്ക് കോൺഫറൻസ് ഹാളിലേക്ക് പോയാലോ? മീറ്റിങ്ങിന് ഞാൻ പങ്കെടുക്കേണ്ടതൊന്നുമില്ലല്ലോ. നിങ്ങൾ ചെല്ലും. മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ വന്നിട്ട് CCTV ഫുട്ടേജ് പരിശോധിക്കാം. ശരി ചേച്ചി, എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ശരി. ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. സോറി, ഇത്തിരി വൈകിപ്പോയി. മാത്രമല്ല, ദേവിക മേഡത്തെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അറിയാം. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ഈ മീറ്റിങ്ങിൽ ദേവിക മേഡത്തിന് പങ്കെടുക്കാനാവില്ല. മേഡത്തിന് ചില അസൗകര്യങ്ങളുണ്ട്, ക്ഷമിക്കണം. മാഡത്തിൻ്റെ അഭാവം ഉണ്ടെങ്കിലും മാഡത്തിൻ്റെ അനാലിസിസ് അനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഋഷിയേട്ടൻ നമ്മുടെ കമ്പനിയുടെ നിലപാടുകൾ നിങ്ങളോട് അവതരിപ്പിക്കും. എന്നാൽ പിന്നെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം.
എക്സ്ക്യൂസ് മീ ഏട്ടാ. അത്യാവശ്യം കോളാണെങ്കിൽ നീ പുറത്ത് അറ്റൻഡ് ചെയ്തോ, ഞാനിത് കണ്ടിന്യൂ ചെയ്തോളാം. സോറി, എന്നാൽ പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഋഷി, മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. എനിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മാനസികാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. ചേച്ചി കൂടി അവിടെ ഉണ്ടാവണമായിരുന്നു. സാരമില്ല, ചേച്ചിയുടെ അഭാവം ഉണ്ടായിരുന്നെങ്കിലും ചേച്ചി നൽകിയ അനാലിസിസ് ആണ് ഞങ്ങൾക്ക് മീറ്റിംഗിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചത്. വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് ക്ലയൻസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയത്. ദേവികേച്ചി കാരണം ഇന്നത്തെ മീറ്റിംഗ് വളരെ വലിയ വിജയമായി. കൺഗ്രാജുലേഷൻസ് ചേച്ചി. കൺഗ്രാജുലേഷൻസ്. നിങ്ങളീ പറയുന്ന കേട്ട് എനിക്ക് സന്തോഷം തോന്നുന്നുവെങ്കിലും പെൻഡ്രൈവിന്റെ കാര്യം മനസ്സിലുള്ളത് കൊണ്ട് ആ ടെൻഷൻ മാറുന്നില്ല. നിങ്ങളിപ്പോൾ ഫ്രീ ആയല്ലോ, നമുക്ക് പോയി CCTV ഫുട്ടേജ് പരിശോധിച്ചാലോ? ആ, നോക്കാം. ആ ഫുട്ടേജ് റെഡിയാക്കി വെക്കാൻ ഞാൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി വാ. കുട്ടാ, എന്താ മലാകെ? ഞാനിപ്പോ വരാം. കുട്ടൻ ഇവിടെ നിന്ന് എവിടേക്കും പോവാതെ ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചോണം, കേട്ടല്ലോ? ഞാൻ പറഞ്ഞ കേൾക്കുമല്ലോ? ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ആ മലാകെ, പോയി വരുമ്പോ എൻ്റെ ഹോഴ്സിനും ഈഗിളിനും ഫുഡ് കൊണ്ട് തരുമോ? ഇതെന്തു പറ്റി? എല്ലാം ബ്ലാങ്ക് ആയി പോയത്. ഈ ഫയർ അലാം കേട്ടതിന് ശേഷമുള്ള വിഷ്വൽസാണ് വേണ്ടത്. അതവിടെ അത് 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 കാണുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഒന്നുകൂടി നോക്കട്ടെ. ശരി, നോക്കും. സോറി സർ, അത് ഡിലീറ്റ് ആയി പോയി. ഡിലീറ്റ് ആവുകയോ? അതെങ്ങനെയാ ഡിലീറ്റ് ആവുന്നത്? അതെങ്ങനെ സംഭവിച്ചു? അത് എനിക്കറിയില്ല സർ. ഹലോ ഹലോ, അയ്യോ റേഞ്ച് കിട്ടുന്നില്ലല്ലോ. ഹലോ
ഇതെങ്ങനെ ഡിലീറ്റ് ആയി പോയെന്ന് ഇയാൾക്ക് അറിയില്ല അല്ലേ? ഇല്ല മാഡം, എനിക്കത് അറിയില്ല. ഋഷി, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്താണാവോ ഇവിടെ ഇത്ര വലിയ സന്തോഷം? എന്താടാ നിനക്ക് എന്താടാ കുഴപ്പം? നീ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുവാണോ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നാ മതിയല്ലോ. കാര്യം എന്താ വെച്ചാൽ തെളിച്ചു പറ. ദേവികേച്ചി ഇന്ന പെൻഡ്രൈവ് അന്വേഷിച്ചു. അതിന്റെ പേരിൽ ചേച്ചി വലിയ ബഹളം ഉണ്ടാക്കി. അതാകെ കുഴപ്പമാവുന്ന ലക്ഷണമാ. എന്ത് കുഴപ്പം? എടാ, പെൻഡ്രൈവ് അന്നേ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ഇനി അതിനെ ചൊല്ലി ദേവിക പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ആ പെൻഡ്രൈവ് ഇനി അവക്ക് കിട്ടാനേ പോകുന്നില്ല. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവണ്ട. ആ പെൻഡ്രൈവ് നശിപ്പിച്ചത് കൊണ്ട് മാത്രം പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അച്ഛന പെൻഡ്രൈവ് എടുത്ത് മാറ്റിയതൊക്കെ CCTV-യിൽ പതിഞ്ഞതല്ലേ? പെൻഡ്രൈവ് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി ഋഷിയേട്ടനും ദേവികേച്ചിയും കൂടി ഇന്ന് CCTV ഫുട്ടേജ് പരിശോധിക്കാൻ തുടങ്ങിയതായിരുന്നു. എന്നിട്ട് എന്താടാ? എന്താവാൻ? ആ ഫുട്ടേജ് അവർ പരിശോധിച്ചാ അച്ഛൻ കുടുങ്ങുന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഞാനത് മുൻകൂട്ടി കണ്ടു. അതുകൊണ്ട് അവർക്കാർക്കും സംശയം വരാത്ത രീതിയിൽ കൺട്രോൾ റൂമിൽ കയറി ഞാൻ ആ ഫുട്ടേജ് മായ്ച്ചു കളഞ്ഞു. ഓ, അതേതായാലും ഭാഗ്യവേ. നീ അവസരത്തിനൊത്ത് ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് ഇപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. ആ, അങ്ങനെ സമാധാനിക്കൊന്നും വേണ്ട. അച്ഛൻ പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. ഏത് സമയവും പിടിക്കപ്പെടാവുന്ന അവസ്ഥയിൽ തന്നെയാ അച്ഛൻ ഇപ്പോഴും ഉള്ളത്. ഈ അടുത്തൊന്നും ആ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഭയങ്കര കഷ്ടായി പോയല്ലോ. ആ, ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എന്നും ഇങ്ങനെ ഭയപ്പെട്ട് കഴിയാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും ഉടനെ ഇതിനൊരു പോംവഴി കണ്ടെത്തിയേ മതിയാവും. അതെ, ആരും നമ്മൾ സംശയിക്കാതിരിക്കാനുള്ള ഒരു മാർഗം നമ്മൾ കണ്ടെത്തണം. അല്ല, എന്തായിരുന്നു ആ പെൻഡ്രൈവിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യം? അല്ല, അത് ഞാൻ ചെയ്ത ചില പ്രവൃത്തികളുടെ CCTV വിഷ്വൽസ് ആണ്. എനിക്ക് ആപത്താവുന്ന ചില രേഖകൾ അതായിരുന്നു ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത്. തൽക്കാലം നീ ഇത്രമാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ആ പെൻഡ്രൈവ് നശിപ്പിച്ചത് കൊണ്ട് ഇനി ആ തെളിവിനെ കുറിച്ചുള്ള പേടിയൊന്നും വേണ്ട. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവുണ്ട്. സിദ്ധു. അവനെ ഭയപ്പെടണം. അവന്റെ രോഗം ഭേദമായാൽ നമ്മൾ പിടിക്കപ്പെടും. അതുകൊണ്ട് ഒരിക്കലും അവന്റെ രോഗം ഭേദമാവാൻ പാടില്ല. അതുപോലെ അവൻ സ്ഥിരമായി ഓഫീസിൽ വന്നാൽ അതും നമുക്ക് അപകടമാവും. അതുകൊണ്ട് അവൻ ഓഫീസിൽ വരുന്നത് ഒഴിവാക്കണം. അതിന് നീ തടയിടണം. ദേവിക സദാ നേരവും അവന്റെ കൂടെയുള്ളതാണ് നമുക്കൊരു വെല്ലുവിളി. ദേവിക ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയതാ. പക്ഷെ അതൊന്നും ഏറ്റില്ല. ഇനി എന്ത് ചെയ്യണോന്ന് അറിയില്ല മോനെ. എന്തെങ്കിലും ഒരു വഴി ഉടനെ ആലോചിച്ച് കണ്ടെത്തണം. എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുൻപ് എന്നോടൊരു വാക്ക് പറയണം. എല്ലാം വളരെ കരുതലോടെ വേണം ചെയ്യാൻ. ഓരോ ചുവടുകളും ശ്രദ്ധിക്കണം. അത് മറന്നു പോകരുത്. അനിയത്തെയും ചേച്ചിയും കൂടെ എന്നെ അപമാനിച്ചതിന് എനിക്ക് അവരോട് പകരം വീട്ടിയേ മതിയാവും. എന്ത് ചെയ്യും?
രണ്ടിനെയും വിളിക്കാം. രണ്ടുപേരും കൂടി വരട്ടെ. വന്ന് ഈ എണ്ണയിൽ ചവിട്ടി നിലത്ത് വീണ് രണ്ടിന്റെ നടു ഓടിയട്ടെ. ഗോപികേ, ഗോപികേ, ഇവിളിതെവിടെ പോയി? ചത്തു തൊലഞ്ഞോ? ഗോപികേ. അനിയത്തി വന്നില്ലെങ്കിൽ വേണ്ട, ചേച്ചിയെ വിളിക്കാം. ചേച്ചി, ദേവികേച്ചി. രണ്ടും കൂടി ഇതെവിടെ പോയി? രണ്ടിന്റെ അനക്കൊന്നുമില്ലല്ലോ. ഗോപികേ, ദേവികേച്ചി, ചേച്ചി. അഞ്ജിതേ, അഞ്ജിതേ, ഈ അഭിയേട്ടൻ എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? അഞ്ജിതേ, ആ എന്താ ബേട്ടാ? നീ ഒന്നിങ്ങ് വന്നേ. എന്താ കാര്യം? കാര്യമൊക്കെ വന്നിട്ട് പറയാം. നീ ഒന്നിങ്ങോട്ട് വാ. അഞ്ജിതേ. ആ ദാ വന്നോ. എന്താ? വല്ലാത്തൊരു തലവേദന. നീ കടുപ്പത്തിലൊരു ചായ എടുത്തേ. ഇത് പറയാനാണോ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയ? ഇത് പിന്നെ എന്റെ ഭാര്യയോടല്ലാതെ ഞാൻ വേറെ ആരോട് പറയണം? സംസാരിച്ച് നിൽക്കാതെ നീ പെട്ടെന്ന് ചായ എടുക്ക. ചെല്ല്. നേരത്തെ അഭിയേട്ടൻ്റെ ഒരു ചായ. അയ്യോ, എന്താ മോളെ? അയ്യോ വേണ്ട, എനിക്ക് ആരുടെ സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റോളാം. ഓ ശരി. എന്താ? എന്നെ വീഴ്ത്താൻ വേണ്ടി ഇവിടെ എണ്ണ എടുത്ത് ഒഴിച്ചത് ദേവി ചേച്ചിയല്ലേ? എന്നിട്ടിപ്പോ എല്ലാരും കൂടെ ചേർന്ന് എന്നെ കളിയാക്കുമല്ലേ? ഞാൻ എന്താ ചെയ്തു? ഇവിടെ എണ്ണ ഒഴിച്ച ഞാനൊന്നും അല്ല. കള്ളൊന്നും പറയണ്ട. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നത് ചേച്ചിയല്ലേ? എന്നെ തള്ളിയിടാൻ വേണ്ടി ചേച്ചി ഇവിടെ മനഃപൂർവ്വം എണ്ണ എടുത്ത് ഒഴിച്ചു തന്നെയാ. അഞ്ജിതേ, ഞാനല്ല ഇത് ചെയ്തത്. മോളെ, ദേവിക മാത്രമല്ലല്ലോ ഈ അടുക്കളയിൽ പെരുമാറുന്നേ. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വീണതാവും. നീ ഒന്ന് സമാധാനിക്ക്. ആന്റി അല്ലെങ്കിലും ദേവികേച്ചിയുടെ പക്ഷേ പറയും. നീ അമ്മയെ കുറ്റപ്പെടുത്തുവാണോ? നീ വെറുതെ ചേച്ചിയെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കണ്ട. കുറച്ചു മുമ്പ് ഈ അടുക്കളയിൽ നിന്ന് നീ എന്നെയും ചേച്ചിയെയും വിളിച്ചിരുന്നു. അതെ, ഞാൻ കേട്ടതാ. അതിനർത്ഥം എന്താ? നീ അടുക്കളയിൽ കയറിയിരുന്നു. അമ്മ, ഇവള് ഒരു വട്ടമല്ല, കൊറേ വട്ടം ഞങ്ങളെ വിളിച്ചിരുന്നു. നീ എന്തിനാടി അപ്പൊ ഞങ്ങളെ വിളിച്ചത്? നീ എന്തിനാ ഞങ്ങൾ അടുക്കളയിലേക്ക് വിളിച്ചതെന്ന്? അത് പിന്നെ നീ വെറുതെ കടന്ന് ഉരുളൊന്നും വേണ്ട. നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. നീ തന്നെ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടത് ഞങ്ങളെ വീഴ്ത്താൻ വേണ്ടിട്ട്. നീ എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് നീ ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചത്. ഇതില് തെന്നി വീണ് എന്റെയും ചേച്ചിയുടെ നടു ഒടിയണം, അതായിരുന്നു നിന്റെ ആഗ്രഹം. പക്ഷെ താൻ കുഴിച്ച കുഴിയില് താൻ തന്നെ വീണു. ഇതേ ദൈവം നിനക്ക് നൽകിയ ശിക്ഷയാ. അഞ്ജിതേ, നീ എന്തിനാ മനഃപൂർവ്വം വീണ്ടും വീണ്ടും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതൊന്നും ശരിയല്ല. നീയായിട്ട് ഇവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിൽക്കരുത്. നിന്റെ ഈ കൊനിഷ്ടുകളിൽ ഇടപെടാനുള്ള സമയവും സന്ദർഭമൊന്നും ഇവിടെ ആർക്കും ഇല്ല. എന്താ ഇവിടെ ഒരു ബഹളം? ഈ വീട് ഇപ്പൊ ഒരു ചന്ത പോലെ ആയല്ലോ. പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ഒരു ദിവസം പോലെ ഇപ്പൊ ഈ വീട്ടിലില്ല. ഒരു പ്രശ്നം കഴിയുമ്പോ മറ്റൊരു പ്രശ്നം. ഒരേ വീട്ടിൽ നിന്ന് തന്നെ
3 പെൺകുട്ടികളെ മരുമക്കളായി കൊണ്ടുവന്നത് വലിയ അബദ്ധമായി എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അമ്മേ, ഞാൻ ചെയ്ത വലിയൊരു തെറ്റായി പോയി അത്.